കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് പോർട്ട് ഓഫീസിന് സമീപം പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിട്ടുനിൽക്കും. കമ്മീഷനിങ്ങിന് മുൻപേ ചരിത്രം കുറിച്ചാണ് വിഴിഞ്ഞം തുറമുഖം വികസനത്തിൽ നങ്കൂരമിടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് MSC തുർക്കിക്കുൾപ്പെടെ സ്വീകരണമരുളിയാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ ചുവടുവയ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലോക വ്യാപാര ശൃംഖലയിലേക്കാണ് തുറമുഖം ഔദ്യോഗികമായി വാതിൽ തുറക്കുന്നത്. ഉദ്ഘാടനത്തിനായി ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി രാവിലെ 10 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് പുറപ്പെടും. വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ പ്രവർത്തനം വിലയിരുത്തും. ശേഷം തുറമുഖത്തെത്തുന്ന MSCയുടെ സെലസ്റ്റീനോ മെരേസ്ക എന്ന കപ്പലിനെ പ്രധാനമന്ത്രി സ്വീകരിക്കും. അതിനുശേഷമാകും അദ്ദേഹം ഉദ്ഘാടന വേദിയിലേക്ക് എത്തുക. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ് സോനോവാൾ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, ശശി തരൂർ MP, M. വിൻസെന്റ് MLA തുടങ്ങി ക്ഷണിക്കപ്പെട്ട അതിഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കർശന സുരക്ഷയിലാണ് തലസ്ഥാനം. 4000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. വ്യോമനാവിക സേനയുടെ പ്രത്യേക സുരക്ഷയും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ശേഷം 12:30 കൂടിയാകും പ്രധാനമന്ത്രിയുടെ മടക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.